വേണ്ടി എതിർക്കുകയാണ്. നാളെ അദ്ദേഹത്തിനെതിരെ കേസ് വന്നാലും പുരുഷ കമ്മീഷനെ കാണും. ഞാൻ കോടതിയിൽ കേസ് നടത്താനേ പോകുക. എല്ലാവർക്കും അതിനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവണമെന്നില്ല. കാരണം മാനനഷ്ടം എന്ന് പറയുന്നത് സൂയിസൈഡിന്റെ ഒരു പ്രധാന റിസ്ക് തന്നെയാണ്. അപ്പൊ ഈ ചാനലിൽ വന്നാലും പത്രത്തിൽ വന്നാലും യൂട്യൂബിൽ വന്നാലും എവിടെ വന്നാലും മാനനഷ്ടം ആർക്ക് വന്നാലും എല്ലാവരും ഒരേപോലെ അതിനെ തരണം ചെയ്യത്തില്ല. ഓരോരുത്തരുടെ വിൽ പവർ അനുസരിച്ചിട്ടേ അതിനെ തരണം ചെയ്യുള്ളൂ. അപ്പൊ വക്കീൽ പറഞ്ഞത് മാതിരി ഡിഫൻസും അങ്ങനത്തെ കാര്യം. പിന്നെ സാർ സൂചിപ്പിച്ച വളരെ വാലിഡ് പോയിന്റ് ആണ്. വളരെ കോസ്റ്റ്ലി ആണ്. ആരുടെയെങ്കിലും ഒരു പരാതിക്ക് പോകണമെങ്കിൽ ഇറങ്ങുമ്പോഴേ എത്ര രൂപ വരുമെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അത് തന്നെയല്ല ഡിലേഡ് പ്രോസസ്സാണ്. അതുവരെ ഈ മനുഷ്യന് സ്ത്രീക്കാട്ടെ പുരുഷനാട്ടെ വരാമാവുന്ന എല്ലാ ഡാമേജും വരും. അവരുടെ ഭാവി നശിക്കും, അവരുടെ ഫാമിലി നശിക്കും. അവർ അതുവരെ നേടിയ എല്ലാ പേരും പ്രശസ്തിയും താഴെ വീഴും. വീട്ടുകൊട്ടാരം പോലെ താഴെ വീഴും. വനിതാ കമ്മീഷൻ പല്ല് പോയ പോലെ ആയിരിക്കില്ല പുരുഷ കമ്മീഷൻ വരുമ്പോ. പല്ലുള്ള പുരുഷ കമ്മീഷൻ തന്നെയാ വരിക. ഇവര് പറഞ്ഞ ഒന്നും നടക്കില്ല. പല്ല് പോയതാ. മാഡം അതും കൂടെ പറയണം. ഇതിൽ ചർച്ചയില്ലേ വനിതാ കമ്മീഷന്റെ പല്ല് പൊഴിയാൻ കാരണം എന്താണ് പ്രശ്നം? ഞാൻ പറഞ്ഞറിയോ, ഈ വനിതാ കമ്മീഷന് അധികാരമില്ല എന്ന് നമുക്കറിയാം, പരിമിതിയുണ്ടെന്നറിയാം. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പവർലെസ് ബോഡി നിലനിൽക്കുന്നു? അതുകൊണ്ട് വനിതകൾക്ക് എന്ത് പ്രയോജനം? ഞാൻ പറയാത്തത് ഇവിടെ ഈ എന്താ പറയുക, ഒടുക്കം പറയുകയും ഉറക്കം പറയുകയും ചെയ്യുന്നവർക്ക് മാത്രം ജയിക്കാൻ പറ്റുന്ന ഒരു ഫീൽ ചെയ്യുന്നു. കാരണം നിങ്ങൾ ശബ്ദം എടുക്കേണ്ടി വരുന്നു, നിങ്ങൾ അലറേണ്ടി വരുന്നു. എനിക്ക് അങ്ങനെയുള്ള ഒരു സംഭാഷണത്തിൽ എനിക്ക് വലിയ സന്തോഷം തോന്നാത്തത് കൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരാൾ പറയുക മറ്റാൾ കേൾക്കുക. ഇപ്പോൾ രാഹുൽ ചെയ്യുന്ന ഒരു രീതി വളരെ ശരിയാണ്. ഞാനത് ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ചെറിയ സമയം കൊടുക്കുക, അതിനിടയ്ക്ക് ഇടപെടാതിരിക്കുക. വനിതാ കമ്മീഷൻ ഞാൻ പറഞ്ഞത് ബോധപൂർവമാണ്. ആ കമ്മീഷനെ മോശമാക്കി പറഞ്ഞതല്ല. ഞാനതിൻ്റെ ഭാഗമാണ്, ഞാൻ അഭിമാനിക്കുന്ന ഒരു ബോഡിയുമാണ്. പക്ഷേ അതിന് ഒരു ക്വാസി ജുഡീഷ്യൽ സ്റ്റേറ്റസേ ഉള്ളൂ എന്ന് നമുക്കറിയാം. അത് പുരുഷ കമ്മീഷൻ ആയാലും ശരി, അത് ക്വാസി ജുഡീഷ്യൽ സ്റ്റാറ്റസിലുണ്ടായത് കൊണ്ട് യാതൊരു ഫലവും ഉണ്ടാവാൻ പോകുന്നില്ല. ഇത് തന്നെയാണ് പലപ്പോഴും മറ്റ് പല കമ്മീഷൻസിൻ്റെതും. ഇതാണ് ഞാൻ ആദ്യം ഒരു വാചകത്തിൽ പറഞ്ഞത്. മോർ കമ്മീഷൻസ് ഡു നോട്ട് ക്രിയേറ്റ് ജസ്റ്റിസ് ബട്ട് ദേ സിംപ്ലി കൺഫ്യൂസ്. കമ്മീഷൻസ് ഉണ്ടാവുകയല്ല വേണ്ടത്, കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിക്കുകയാണ്. ഇത് നമുക്കറിയാം. ഇപ്പോൾ അഴിമതി നിരോധന നിയമം ഉള്ളതുകൊണ്ട് ആ നിയമം മിസ്യൂസ് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഒരുപാട് പേരുണ്ട്. പക്ഷേ അതുകൊണ്ട് ആ നിയമം ക്യാൻസൽ ചെയ്യുകയല്ലല്ലോ വേണ്ടത്. കുറ്റങ്ങൾ പരിഹരിക്കാൻ നമുക്ക് പറ്റണം. പോലീസിൻ്റെ അക്കൗണ്ടബിലിറ്റി ഉറപ്പാക്കണം. ജുഡീഷ്യൽ പ്രോസസ്സ് കുറച്ചുകൂടി വേഗതയിലാക്കണം. ഫെയർനെസ് 100% ഉറപ്പാക്കണം. അത് നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞില്ല ഒരു സെന്റൻസ് കൂടി. എൻ്റെ വീട്ടിൽ പുരുഷനുണ്ടോ ഇല്ലയോ എന്നൊന്നും വെച്ചിട്ടല്ല, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലൊരു സ്ത്രീ ഉണ്ടോ ഇല്ലയോ എന്ന് വെച്ചിട്ടല്ല. മനുഷ്യരെന്ന നിലയ്ക്ക്, പൗരന്മാരെന്ന നിലയ്ക്ക്, വിവേകമുള്ള ആളുകൾ എന്നുള്ള നിലയ്ക്ക് എല്ലാവർക്കും നീതി കിട്ടേണ്ടതുണ്ട്. കാരണം പെയിൻ ഈസ് പേഴ്സണൽ ബട്ട് ജസ്റ്റിസ് ഈസ് സോഷ്യൽ. അതങ്ങനെ തന്നെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.